ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ ഭക്തജനപ്രവാഹം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുക്കാനായി ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. മാങ്ങോട്ടും കാവിലമ്മയുടെ 15ാമത് പൊങ്കാല സമർപ്പണം നടക്കുകയാണ്. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. മാങ്ങയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി സ്ത്രീ ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനായിട്ട് ഈ മാങ്ങോട്ടും കാവിലമ്മയുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. മാങ്ങോട്ടും കാവിലമ്മയുടെ പൊങ്കാല വിശേഷങ്ങൾ കാണാം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹത്തോടെ ക്ഷേത്ര മേൽശാന്തി മുരളി നമ്പൂതിരി, പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് പണ്ടാരടുപ്പിൽ അഗ്നി കൊളുത്തി. വിവിധ ജില്ലകളിൽ നിന്നുമായി 500ഓളം ഭക്തജനങ്ങളാണ് 15ാമത് പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്ര സന്നിധിയിലെത്തിയത്. പതിവ് പൂജകൾക്ക് പുറമെ ദീപാരാധന, നെയ്വിളക്ക് സമർപ്പണം, ഭജന, പൂമുടൽ, അത്താഴപൂജ, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, പ്രഭാത ഭക്ഷണം എന്നിവയും നടന്നു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഒ വി സുഭാഷ്, സെക്രട്ടറി ഷാജി കൊള്ളുമൽ, പ്രദീപൻ, CH പ്രഭാകരൻ, പവിത്രൻ കൂലോത്ത്, CV രാജൻ മാസ്റ്റർ, അനിൽ ബാബു, രമേശൻ തൊട്ടേൻ്റവിടെ, VK അനീഷ് ബാബു, മഹേഷ് VP, സത്യൻ കോമത്ത് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ 16ാമത് പൊങ്കാല നവംബർ 24-ന് നടക്കും. ഇത് സത്യത്തില് ഇപ്പോ കണ്ണൂർ ജില്ലയുടെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല, മാഹി, ഈ 3 മേഖലയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ പോയി അതിന്റെ ബൈറ്റ് എടുത്തപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വയനാട്, അതായത് താമരശ്ശേരി ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ, കാസർഗോഡിന്റെ ഭാഗത്തു നിന്ന് മുൻകാലങ്ങളിൽ ഇവിടെ സ്ത്രീ ഭക്തർ എത്തിയിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായത്. അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ നമുക്ക് വന്ന രോമാഞ്ചകരമായ രീതിയിലുള്ള അവസ്ഥകളുണ്ടായി. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം തീർച്ചയായും അവിടെയാണ്. ഇവിടെ ഇപ്പോൾ പണ്ടാര അടുപ്പ് അന്ന് തന്ത്രി ഉണ്ടായിരുന്നു. തന്ത്രി ഉള്ള സമയത്ത് ഒരു പൊങ്കാല അടുപ്പ് അഗ്നി കൊളുത്തുമ്പോൾ ഒരമ്മയുടെ പ്രാർത്ഥന സഫലീകൃതമായ രീതിയിലുള്ള ഒരു ഫോൺ കോൾ ആ അമ്മക്ക് വന്നു. ആ അമ്മ പിന്നെ ഇവിടെ വീണ് കരഞ്ഞ് നമ്മളോട് അനുഭവം പങ്കുവെക്കുകയാണ്. അവരുടെ മകൾക്ക് ഒരു MBBS പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക കാര്യങ്ങൾ ശരിയായത്, അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലാണ് സ്ത്രീ ഭക്തരായിട്ടുള്ള അവർ പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അത് എന്തിനായാലും ആവർത്തനമുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാ, പ്രതികൂല കാലാവസ്ഥ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയപ്പാടായിരുന്നു. കുറച്ച് നേരത്തെ വരെ നല്ലൊരു കാർമേഘം കെട്ടിക്കിടന്ന രീതിയിലുള്ളൊരു അനുഭവം നമുക്കുണ്ടായി. നമ്മൾ രണ്ടുപേരും പങ്കുവെച്ചത് ശരിക്കും അത് തന്നെയായിരുന്നു. കാരണം അപ്പൊ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, അതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് നമ്മൾ അനുഭൂതിയായിട്ട് എടുക്കുന്നത്. സത്യത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും അവർക്കെല്ലാം വ്യക്തിപരമായി, കുടുംബപരമായി, ജോലി സംബന്ധമായ സമയത്തിന്റെ എല്ലാം പ്രശ്നങ്ങളുണ്ട് തന്നെ. എല്ലാവരും കൃത്യസമയത്ത് എത്തുകയും അതിന് ഒരു ആശങ്കകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കൺഫ്യൂഷനാക്കും. പക്ഷെ ആ പരിപാടി കഴിയുന്നപ്പോഴേക്ക് ഒരു 110% വിജയമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇന്ന് ഒരു ഫോൺ കോൾ, ഒരു പ്രായമായ സ്ത്രീയുടെ ഫോൺ കോൾ വന്നത്, അവര് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ സമയം ഞാൻ അവരെ സൂചിപ്പിച്ചു, നിങ്ങളെ സമയം ഇത്രയാണ്, നമുക്ക് 9:30 സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവര് എനിക്ക് തന്ന മറുപടി, ഇതിന്റെ എല്ലാ വശങ്ങളും എനിക്കറിയാം, എനിക്ക് 5 നമ്പർ ടോക്കൺ ആ സ്ഥലത്ത് നിങ്ങളൊരു സൗകര്യം ചെയ്തു തന്നാണ്, ബാക്കിയൊക്കെ എനിക്ക് എൻ്റെ അനുഭവങ്ങളും അതേപോലെ ഇതിന്റെ കർമ്മത്തിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് 15 വർഷമായി ഞാൻ മുടക്കം കൂടാതെ ഈ പൊങ്കാല അർപ്പിക്കുന്നു. അതിന്റെ എല്ലാ സാക്ഷ്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറൊന്നും വേണ്ട. അത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതേസ്ഥാനത്ത് പുതിയ ആളുകളും ഈ രംഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് പല മേഖലകളിൽ നിന്ന്. ഇപ്പം ബാനൂർ കണ്ണൂർ ആ ഏരിയയിൽ നിന്ന് പുതിയ ആളുകൾ, ഇപ്പൊ ഒരാള് ആ ഒരു ഏരിയയിൽ നിന്ന് ഒരാള് പൊങ്കാല അർപ്പിച്ച് കഴിഞ്ഞ വർഷം പോയ ആ സ്ഥലത്ത് നിന്നും ഒരു 20-30 ആളുകളോളം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ അനുഭവങ്ങൾ, ആ മൗത്ത് പബ്ലിസിറ്റി, അതൊക്കെ ഈ ക്ഷേത്രത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഇന്ന് വരെ നടത്തിയ ഇവിടെ പലതരത്തിലുള്ള ഉത്സവകാര്യം, പ്രധാനപ്പെട്ട ഉത്സവം ജനുവരിയിലുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ലിഖിതപ്പെട്ട ഉത്സവ കാലഘട്ടമാണ്. പൊങ്കാല എന്ന് പറയുന്നത് നമ്മൾ 15 വർഷമായി ഒരു ദൈവഹിതപ്രകാരം നടത്തിയതാണ്. അപ്പൊ അതിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ പേരിൽ ഒരു പൊങ്കാല സ്ത്രീ ഭക്തർക്ക് പ്രത്യേകിച്ച് അത് അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ആ മൗത്ത് പബ്ലിസിറ്റി വഴി നമ്മൾ വലിയൊരു പബ്ലിസിറ്റി പ്രാവശ്യം കൊടുത്തിട്ടില്ല.
ഒരു സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ചെറിയ ചെറിയ പോസ്റ്റർ പ്രചരണങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവർ പങ്കുവെച്ചുകൊണ്ട് അത് പല ഏരിയയിൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എല്ലാ അതിർത്തി പ്രദേശത്തും പബ്ലിസിറ്റി ഒന്നും കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഇവിടെയുള്ള ഓരോ പ്രവർത്തനത്തിലും നിങ്ങൾ അലസമായിരുന്നാൽ അത് പരാജയപ്പെടുകയും നിങ്ങൾ ഊർജ്ജസ്വലരായി അത് ടെൻഷൻ അടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് വൻ വിജയത്തിലേക്ക് 110 200% വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സങ്കേതമാണ്, ദൈവസങ്കേതമാണിത്. അവിടുത്തെ പ്രവർത്തനം നമ്മളെ ജീവിതത്തിന്റെ കാര്യത്തിലായാലും എന്നും മികച്ച വിജയം മാത്രമേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൂ. ഒരു പോരായ്മകളോ അപാകതകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭയഭക്തി ബഹുമാനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ക്ഷേത്ര സങ്കേതം. ഇന്ന് അതെ 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 മുഴുവനും കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പല ദൂരദേശത്തുള്ള ആളുകളാണ് സമിതി അംഗങ്ങൾ. പ്രത്യേകിച്ച് ഈ ഉത്സവ കാലഘട്ടങ്ങളിൽ ഒരു മെമ്പർ ഇല്ലാത്ത ആളുകൾ പോലും ആ ഒരു പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനം അവർ കാഴ്ചവെക്കും. അവരുടെ സ്വന്തം പോലെ നമ്മുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവരുടെ സ്വന്തം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഓരോ നാട്ടുകാരും ഭക്തരും കാഴ്ചവെക്കുന്നത്. അത് അമ്മയോടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമില്ലേ, ആ ക്ഷേത്രത്തിൽ അവർക്ക് നമ്മളിപ്പോൾ പബ്ലിക്കിൽ ഏതെങ്കിലും ഉത്സവ കാലഘട്ടങ്ങളിൽ അറിയിക്കാൻ പോകുമ്പോൾ മാവോട്ടിലെ ഉത്സവമല്ലേ, അത് നമുക്കറിയാം, അത് നിങ്ങളെന്തിനു വന്നു എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. നേരിട്ട് കണ്ട അനുഭവങ്ങളുള്ള ഇന്നും നമ്മുടെ ഇതിപ്പോ ഒരു വലിയൊരു യുഗമല്ലേ, വളരെ ആ സമയത്ത് ഇപ്പോഴത്തെ പുതുതലമുറ പോലും അന്നു മുതൽ പാലിച്ചു വരുന്ന എല്ലാ കർമ്മങ്ങളും അവരെല്ലാം നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരൊക്കെ എത്ര ചെറിയ തലമുറ പോലും ഇവിടുത്തെ ഉത്സവ കാലഘട്ടത്തിൽ അവരെ അവകാശങ്ങൾ ചെയ്തു തരുന്നത് പഴയ തലമുറയല്ല. ഇന്ന് ഫോണും കാര്യങ്ങളും ഉപയോഗിക്കുന്ന ആ പുതിയ തലമുറ പോലും വ്രതമെടുത്തുകൊണ്ട് ഇവിടുത്തെ കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്.